ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 2020. ഇന്ന് ജൂലൈ മാസം 12-ാം തീയതി 193-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിനെ ഒന്ന് തൊടുക എന്തുമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ്. ഇത്ര വിലപ്പെട്ട കാര്യമാണ്. അസാധ്യമായ കാര്യങ്ങളൊന്നാണ് അല്ലേ? യേശു നമ്മളെ ഒന്ന് തൊടുക, അതും വിലപ്പെട്ട കാര്യം തന്നെയാണ്. അസാധ്യമായ കാര്യം തന്നെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ അസാധ്യമാകുന്നത്? യേശുവിന്റെ എന്തെങ്കിലും ഉത്സാഹക്കുറവ് കൊണ്ടാണ്? അതോ യേശുവിലുള്ള എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ്? ഒന്നുമല്ല. ഏതൊരാൾക്കും അറിയാം. പിന്നെ യേശുവിനെ തൊടാനാവാത്തതും യേശു ഇങ്ങോട്ടൊന്ന് തൊടാനായിട്ട് സാധിക്കാത്തതുമൊക്കെ നമ്മുടെ തന്നെ പോരായ്മ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ട്? പറഞ്ഞു വരുന്നത്, യേശുവിനെ തൊട്ടവർക്കൊക്കെ സൗഖ്യം കിട്ടി. യേശുവിനെ തൊടാനായിട്ട് പറ്റാതെ പോകുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടാനായിട്ട് അനുവാദം ചോദിച്ചു. തൊട്ടവരെല്ലാം സൗഖ്യം നേടി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം തീരുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കെല്ലാം സൗഖ്യം ലഭിച്ചു. വലിയൊരു അത്ഭുതമാണ് കേട്ടോ. യേശുവിനെ പോലും തൊടേണ്ടി വരുന്നില്ല. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി. അങ്ങനെ തൊട്ട് സൗഖ്യം നേടിയ രക്തസ്രാവക്കാരി സ്ത്രീയെയും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടി ആഴത്തിലേക്കൊന്ന് പോയാലോ? അല്പം കൂടി അകത്തേക്കൊന്ന് പ്രവേശിച്ചാലോ? വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം നേടുന്നു. അവന്റെ ദേഹത്തെ തൊട്ട് നമ്മൾ മോക്ഷം നേടുന്നു. കുറെ കൂടി അപ്പുറത്തേക്ക് പോകണ്ടേ? സൗഖ്യം മാത്രമാണ് നമ്മളുടെ ആത്യന്തിക ആവശ്യം. സൗഖ്യത്തിനും അപ്പുറത്തുള്ള ഒരു രക്ഷയില്ല. ആ രക്ഷയിലേക്ക് എത്തണ്ടേ? എപ്പോഴാണ് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടുന്ന ഇതിനും അപ്പുറത്ത് അവന്റെ ഹൃദയത്തെ ഒന്ന് അറിയാനായിട്ട്, അവന്റെ മാംസ രക്തങ്ങളെ ഒന്ന് പരിചയപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. യേശുവിലേക്ക് കുറച്ചുകൂടി പോകണമെന്നാണ്. നിത്യവുമുള്ള സുവിശേഷ വായന തന്നെ നല്ലൊരു ഉപാധിയാണ്. കുറെ കൂടി ഉത്സാഹത്തോടും ഏകാഗ്രതയോടും അവനവന്റെ ധ്യാനത്തിനും മനനത്തിനുമായി നമ്മളൊന്ന് ശ്രമിച്ചു തുടങ്ങാറുണ്ട്. വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മളിൽ. ക്രിസ്തുയേശുവിന്റെ ഹൃദയത്തിലൊന്ന് തൊടാനും നമ്മുടെ ഹൃദയത്തെ അവനൊന്ന് തൊട്ട് ശുദ്ധീകരിക്കാനും ഒക്കെ ആയിട്ടും സാധിക്കും കേട്ടോ. നമ്മൾ പലപ്പോഴും യേശുവിന്റെ വസ്ത്രവിളിമ്പിൽ മാത്രം ഇങ്ങനെ കുരുങ്ങിപ്പോയി. അതിനപ്പുറത്തേക്ക് എത്താനായിട്ട്, അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കാനായിട്ട്, പരിശ്രമിക്കാനായിട്ട് കഴിയാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട്. മാറ്റം വേണം. നമ്മൾ കുറെ കൂടി അപ്പുറത്തേക്ക് പോയേ മതിയാവും. ആമേൻ.